ഹായ് ഹലോ നമസ്കാരം. ഈ വീഡിയോ പലരും ചെയ്തതാണ്. ജസ്ന വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന വീഡിയോ ആണ്. അപ്പോൾ പലരും ചെയ്തിട്ടും നമ്മൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അവയർനെസ് ആണ്. നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്താറുണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. അവരെ വളർത്താൻ നേരത്ത് നമ്മൾ പെൺകുട്ടികൾ വെളിയിൽ പോയാൽ എന്ത് ചെയ്യുന്നു, എന്താണ് എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ആൺകുട്ടികളെ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാര്യം അവരോടുള്ള വിശ്വാസം, പിന്നെ അത് ആൺകുട്ടിയല്ലേ എന്നുള്ളൊരു ഇതൊക്കെ. പക്ഷെ ഇവർ വെളിയിൽ പോയിട്ട് അവരുടെ കൂട്ടുകെട്ടിലൂടെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഇവിടെ ലഹരി ഉപയോഗം കാരണം ഒരു കുട്ടിക്ക് ഒരു ഉമ്മയോട് അതിക്രൂരമായി, ഇപ്പം എന്താ പറയുന്നത്, തൻ്റെ ഭാര്യയോടൊക്കെ ചെയ്യുമാതിരി ഉള്ള ആ ഒരു പ്രവൃത്തി സ്വന്തം ഉമ്മയോട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ആരാണ്, ഇതെന്താണ് എന്നുള്ള ഒരു ചിന്തയും ഈ പിള്ളേർക്കുണ്ടാവില്ല. അതിപ്പം എന്താ ചെയ്യുക? ഇതിനെപ്പറ്റി ഈ ജസ്നയുടെ ജസ്ന ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട്. എല്ലാം ഈ പറയുന്ന ഇതുപോലെ എന്തെങ്കിലും ഇൻസ്പയർ ആവുന്ന രീതിയിൽ ഒക്കെയാണ് ചെയ്യുന്നത്. ഈ ഉമ്മ ഒരു ഇൻസ്പയർ തന്നെയാണ്. കാര്യം ഉമ്മ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഉമ്മ വന്ന് സകല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജസ്നയുടെ വീഡിയോയിൽ ഇതേ കണക്ക് ആ ഉമ്മ വന്നിട്ട് സ്വന്തം മകൻ ഉറക്കത്തിൽ കയറി പിടിക്കാൻ പോകുന്ന ഈ മകനെ പറ്റി ആ ഉമ്മ തന്നെ വിശദീകരിക്കുന്നുണ്ട്. സോ നമുക്ക് അത് ആദ്യം ഒന്ന് കാണാം. നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന്. പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. അപ്പം അതിനെ കുറിച്ചൊന്നും മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ്. ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയില്ല. നിങ്ങൾ തന്നെ നിങ്ങൾ മോനെ പറ്റി കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ, സമൂഹത്തിൽ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് 21 വയസ്സായ മോനിൽ നിന്ന്. അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടുപഠിച്ചാലും ഇനി എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളൊരു അപ്പനോ അമ്മയോ ആണെങ്കിൽ, നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ ജസ്നാസ് വ്ളോഗിലെ ഈ ഒരു ഇത് കാണണം. ശരിക്കും എന്താ പറയുന്നത്, പലരും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഈ ഉമ്മ പറയുന്നുണ്ട്. മാത്രമല്ല ഇതെങ്ങനെ, ഈ ലഹരി ഉപയോഗം എങ്ങനെ തുടങ്ങുന്നു, അപ്പോഴും കുട്ടികളിലുണ്ടാകുന്ന ചേഞ്ച്, ഇതിനെപ്പറ്റിയൊക്കെ ആ ഉമ്മ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുക എന്ന് പറയുന്ന ഉമ്മ കരയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്നൊരു മകനിൽ നിന്നുണ്ടാകുന്ന ടോർച്ചറുകൾ പറയുന്നുണ്ട്. ഇത് കണക്ക് മറ്റു കുട്ടികളോട് കാണിക്കുന്ന വിക്രികൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോ ചേഞ്ച്, ആ ഓരോ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ സമയത്തുണ്ടാകുന്ന ഓരോ ചേഞ്ചിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കുക. ഈ പറയുന്നവർ അധിക നേരം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, ജോലിക്കോ മറ്റൊക്കെ പോകുന്നത്, കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവരുടെ പുറകെ ഒന്നും നമുക്ക് മാതാപിതാക്കൾക്ക് പോകാനൊന്നും പറ്റത്തില്ല. ജോലിയോ പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ എപ്പോഴും പുറകെ നടക്കാനും ഒക്കെ പറ്റത്തില്ല. നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളൊരു കാര്യം മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതാണ് ഈ ഉമ്മ നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല ഈ അതേ കണക്ക് ഇവർ വെളിയിൽ പോകുമ്പോൾ, ഇവർ രാത്രിയിൽ വന്നിട്ട് ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചില ചൂയിങ്ങോ മറ്റുമൊക്കെ, ഇതിനകത്ത് വ്യക്തമായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നത്, ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഉമ്മ ഓരോന്നും എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ വെളിയിൽ കാണിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ, ഐ തിങ്ക് സംതിങ്, എനിക്ക് അറിയാൻ വയ്യ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. ഈ കാണിക്കുന്ന സാധനങ്ങൾ കാണുമ്പം തന്നെ അറിയാം, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും കയ്യിൽ ഈ സാധനങ്ങളൊക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ളൊരു സാധനമാണ് ചൂയിങ്കം, ഒരു സ്പ്രേ. ഇതൊക്കെ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കാനുണ്ട് എന്ന് തന്നെയാണ്.
കാര്യം ഇവർ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വരാൻ നേരത്ത് അതിൻ്റെ മണം അടിക്കാതിരിക്കാൻ വേണ്ടി ഈ പറയുമാതിരി സ്പ്രേ എടുത്ത് അടിക്കുക, അതേ കണക്ക് ചൂയിങ്കയും ചവച്ചുകൊണ്ട് അകത്തോട്ട് വരിക. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കുക. അതേ കണക്ക് വൈകുന്നേരം ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയിട്ട് അവർ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഉറപ്പായിട്ടും ആ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ഇതേ കണക്ക് ഈ ഉമ്മ ഇത് കഴിഞ്ഞിട്ട് ഈ മാതൃകാപരമായിട്ട് കുറച്ച് എന്താ പറയുന്നത്, നമുക്കൊരു ഇൻസ്പയർ ആവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇട്ടെറിഞ്ഞു പോയി അവസാനം. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോനല്ലേ, തള്ളിക്കളയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. കുറെ ഉപദേശം കൊടുത്തിട്ടുണ്ട്, മോനെ എനിക്ക് ആരുമില്ല, നീയാണ് എന്റെ ആശ്രയം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ പറയില്ല ഞാൻ അങ്ങനെ ചെയ്യൂലെന്ന്. പക്ഷെ അടുത്ത ആഴ്ച അവൻ അതിനേക്കാളും ഉപരി ലഹരി വസ്തുക്കൾ കൂട്ടുകെട്ട് മെയിനായിട്ട് ഇതിലേക്ക് പെട്ടു പോകുന്നത്. കൊടുക്കാൻ ഒരുപാട് ആളുകൾ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് എനിക്കിത് എവിടുന്നാണ് മോന് കിട്ടണേന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് മാത്രമല്ല, അങ്ങനെ ഒരു ഫോൺ കോൾ മോന്റെ ഫോണിലോട്ട് വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് ഈ വിളിച്ച ആളോട് പറഞ്ഞു, എന്റെ മോനെ നിങ്ങൾ നശിപ്പിക്കരുത്, എനിക്ക് വേറൊരാളില്ല ആശ്രയം, എനിക്ക് എന്റെ മോനാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുള്ള മറുപടി, ഞങ്ങൾ ഇത് വിൽക്കാനാണ് ഇരിക്കുന്നത്, നിങ്ങളെ മോനെ മര്യാദ പഠിപ്പിക്കേണ്ടത് നിങ്ങളാണെന്ന്. അപ്പൊ അത്രത്തോളം നമ്പർ കൈമാറിയോ? അതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലുള്ള ഒരു ഉമ്മമാരും അറിയാതിരിക്കട്ടെ. കാരണം ഒരു ഉമ്മയുടെ വേദനയാണ് നമ്മൾ നേരെ സാക്ഷിയായിട്ട് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൻ്റെ കുട്ടിയോ നശിച്ചു പോയി മറ്റുള്ളവരും നശിച്ചു പോട്ടെ എന്ന് കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ജനവിഭാഗത്തിനിടയ്ക്ക് ഈ ഉമ്മ വളരെ വ്യത്യസ്തയായിട്ടാണ് നിൽക്കുന്നത്. കാര്യം ഉമ്മ ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ, നിങ്ങളൊരു മാതാപിതാവാണെങ്കിൽ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇതേ കണക്കുള്ള ലഹരി ഉപയോഗത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ജസ്നാസ് എന്ന് പറയുന്ന ഈ ജസ്നാസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ ചാനൽ പോയി കാണും. ഇപ്പോൾ തന്നെ ഒരു 4.5 ലക്ഷം പേര് വീക്ഷിച്ച ഈ വീഡിയോയിൽ എന്താ പറയുന്നത്, നിങ്ങൾ ഇതേ കണക്ക് അവ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തരുത്. വളർത്തിക്കഴിഞ്ഞാൽ ഈ പറയുമാതിരി സമൂഹത്തിൽ മാത്രമല്ല അവർ നിങ്ങൾക്കും ദോഷമാവും. ഈ പറയുമാതിരി നിങ്ങളുടെ വീട്ടിൽ പെൺമക്കളുണ്ടാവും. എന്തിന് നിങ്ങൾ അമ്മയാണെങ്കിൽ നിങ്ങളുടെ അമ്മയെന്ന നിങ്ങളെപ്പോലും അവൻ ആരാണെന്നറിയാതെ ഇത് വരും. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഈ വ്യക്തി മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇത് അവൻ്റെ ഉള്ളിലുള്ള ലഹരി ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ചില ലഹരികൾ, ഇപ്പം കള്ള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ കൺട്രോൾഡാണ്. ബാക്കി ഇതിനകത്ത് കൂടിയ MDMA അതേക്കണക്കുള്ള വലിയ മാരകമായ ഇതൊക്കെ ഉണ്ട്. അതിൽ മനുഷ്യനെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു എന്താ പറയുന്നത്, ലഹരി ഉണ്ടെന്നതിന് അപ്പുറം അവർ ആ ഒരു സാധനത്തിലായിരിക്കും കൺട്രോളായിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോഴും മൈൻഡ് പറയുന്നതിലോട്ടായിരിക്കും അവർ പോകുന്നത്. ഒരിക്കലും എന്താ പറയുന്നത്, സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലഹരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ ശ്രദ്ധിക്കുക ഉറപ്പായിട്ടും. സോ ഈ വീഡിയോ ഒരു ഗുണകരമായിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് പലർക്കും ഗുണകരമാവുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.